ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ഇസ് നത്തിങ് ബട്ട് ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണം. പ്രകാശത്തിൻ്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണെന്ത് പ്രകീർണം അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പ്രകീർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, ഇവിടെ നോക്കുക, എന്താ പ്രകീർണം. ഓക്കെ, വൈറ്റ് ലൈറ്റ്. ഓക്കെ, എന്താ വൈറ്റ് ലൈറ്റിൻ്റെ പ്രത്യേകത? വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശമല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാടൊന്നുമില്ല, 7 ആൾക്കാരുള്ളൂ. ഓക്കെ, വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ 7 പ്രകാശവർണ്ണങ്ങളെ ഒരുമിപ്പിച്ച് ഇങ്ങനെ കൂടെ നടക്കുന്ന ഒരു കോമ്പോസിറ്റ് ലൈറ്റ് അല്ലേ? എന്താണ് കോമ്പോസിറ്റ് ലൈറ്റ്? നമ്മൾ എന്ത് ചെയ്യും? അതിനെ സിമ്പിളാക്കിയിട്ട് മലയാളത്തിൽ എങ്ങനെ പറയാം? ധവളപ്രകാശം അല്ലെങ്കിൽ സൂര്യപ്രകാശം. സിമ്പിൾ അല്ലേ? സൺലൈറ്റ്. ഓക്കെ, ഈ സൺലൈറ്റ് എന്ത് ചെയ്യാണ്? നേരെ അങ്ങോട്ട് വന്നു. എവിടേക്കാണ് വന്നത്? ഒരു പ്രിസത്തിൻ്റെ ഉള്ളിലേക്കാണ് വന്നത്. ഈ പ്രിസത്തിനുള്ള സൺലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അതിൻ്റെ കോമ്പോസിറ്റായിട്ട് മാറും. കമ്പോണൻസ്. മലയാളത്തിൽ എന്താ പറയുക? ഘടക വർണ്ണം. ഓക്കെ, ഒരു കോമ്പോസിറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു ധവള പ്രകാശം, ഒരു സൺലൈറ്റ് അല്ലെങ്കിൽ ഒരു ധവള പ്രകാശം എന്ത് ചെയ്യാണ്? നേരെ പ്രിസത്തിൻ്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് സ്പ്ലിറ്റപ്പ് ചെയ്യും. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണനം. ഇനി സ്പ്ലിറ്റപ്പ് വെറുതെ അങ്ങോട്ട് ചെയ്യുന്നില്ല. സ്പ്ലിറ്റപ്പ് ചെയ്യുമ്പോൾ അത് സ്പ്ലിറ്റായിട്ട് മാറുന്ന സമയത്ത് ഒരു പ്രത്യേക നിയമമൊക്കെ ഉണ്ട്. വെറുതെ അങ്ങോട്ട് പോയി കണ്ട് തോന്നിയ പോലെ പോകാനൊന്നും പറ്റില്ല. ഓക്കെ, അതിനൊരു ഓർഡർ ഉണ്ട്. എന്താണ് ആ ഓർഡർ? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. വേവ് ലെങ്ത് കൂടിയ വർണ്ണങ്ങൾക്ക്, മീൻസ് വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗദൈർഘ്യം കൂടിയ വർണ്ണങ്ങൾക്ക് അതിൻ്റെ സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഡീവിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം. അതിൻ്റെ വ്യതിയാനം എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നേരെ ലൈറ്റ് വന്നു. ഇങ്ങനെയായിരുന്നു പോകേണ്ടിരുന്നത്. ലൈറ്റ് ശരിക്കും എങ്ങനെ പോകേണ്ടത്? ഇങ്ങനെയായിരുന്നു പോകേണ്ടിരുന്നത്. അത് അവിടുന്ന് സ്പ്ലിറ്റപ്പായി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഈ പാത്തിൽ നിന്നുള്ള വേരിയേഷൻ നോക്കുക, വ്യതിയാനം നോക്കുക. ഇവിടെ കാണുന്ന ഈ കളർ ഏതാണ്? ഈ കളറാ റെഡ് കളർ. ഏതാണ്? റെഡ് കളറിനെ സംബന്ധിച്ചിടത്തോളം അതിന് വ്യതിയാനം എന്താണ്? കുറവാണ്, കുറച്ചേ പോയിട്ടുള്ളൂ. കാരണം അതിനെന്ത് കൂടുതലാണ്? വേവ് ലെങ്ത് കൂടുതലാണ്. റെഡിന് ഏകദേശം 600 നാനോമീറ്റർ റേഞ്ച് വരെ എന്തുണ്ട്? റേഞ്ചിന് മുകളിൽ എന്തുണ്ട്? വേവ് ലെങ്ത് ഉണ്ട്. അപ്പോൾ അത്രയും വേവ് ലെങ്ത് ഉണ്ടാകുമ്പോൾ അതിൻ്റെ വ്യതിയാനം എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ഞാനിവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു പാത്തിൽ നിന്ന് വളരെ അകലത്തിലാണ് ആര് കിടക്കുന്നത്? വയലറ്റ്. ആരാടാ? വയലറ്റ് കിടക്കുന്നത്. ഓക്കെ, കാരണം വയലറ്റിന് എന്താണ്? തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് കുറവാണ്. വേവ് ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വ്യതിയാനം എന്ത് ചെയ്യും? കൂടും. ഏകദേശം വയലറ്റിന് 400 നാനോമീറ്റർ റേഞ്ചിലാണ് എന്ത് വന്നിട്ടുള്ളത്? തരംഗദൈർഘ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിൻ്റെ വ്യതിയാനം പറ്റങ്ങോട്ട് കൂടും. ഓവറായി കാണാൻ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് പ്രിസം നോക്കുമ്പോൾ ഒരു സൺലൈറ്റ്, ഒരു കോമ്പോസിറ്റ് ലൈറ്റാണ്. ഒന്നിൽ കൂടുതലുള്ള ഒരേ ലൈറ്റ് അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രിസത്തിൻ്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാൽ സ്പ്ലിറ്റപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഘടകവർണ്ണങ്ങളായിട്ട് എന്ത് ചെയ്യും? വേർപിരിയും. ഇങ്ങനെ വേർപിരിയുന്ന പ്രക്രിയനെ വിളിക്കുന്ന പേരാണെന്ത്? നമ്മുടെ പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഡെയിലി ലൈഫിൽ ഈ പ്രകീർണം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിന് സ്ഥലങ്ങളുണ്ടോ? നമ്മൾ ഈ പ്രകീർണം നമ്മൾ ഒരു സൺലൈറ്റിനെ സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇത്രയും കളറായിട്ട് നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം നമുക്ക് വിവരിക്കാൻ വേണ്ടി പറ്റുമോ? ഉണ്ട്. ഏതാണത്? ഇറ്റ്സ് നത്തിങ് ബട്ട് റെയിൻബോ. എന്താടാ? ഡെയിലി ലൈഫിൽ എപ്പോഴും കാണുന്ന സാധനമാണ് എന്ത്? റെയിൻബോ എവിടെ ഫോം ചെയ്യുക? സണ്ണ് ഇവിടെയാണെങ്കിൽ റെയിൻബോ അതിന് നേരെ ഓപ്പോസിറ്റ് കരം. അഥവാ കിഴക്ക് ഭാഗത്ത് സൂര്യനുണ്ടെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും ആരുണ്ടാവുക? റെയിൻബോ ഉണ്ടാവുക. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്താണ് സൂര്യനെങ്കിലോ കിഴക്ക് ഭാഗത്തായിരിക്കും ഉണ്ടാവുക. എപ്പോഴും സണ്ണിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ നേരത്തെ ഉള്ളൊരു ഫിഗർ കണ്ടിരുന്നു. അവിടെ ഒരു പ്രിസത്തിൻ്റെ ഉള്ളിൽ കൂടി ലൈറ്റ് പോകുമ്പോഴാണ് എന്തുണ്ടായിരുന്നത്? അത് സ്പ്ലിറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതിന് അന്തരീക്ഷത്തിൽ അങ്ങനത്തെ വല്ല പ്രശ്നം ഉണ്ടോ? ഗ്ലാസ് കൊണ്ടെങ്കിൽ ഞാൻ ഫിറ്റ് ചെയ്യണം, കുറേ ഗ്ലാസ് ഫിറ്റ് ചെയ്യണം? ഇല്ല. അവിടെ ആരാ പ്രിസത്തിൻ്റെ പകരം ആ ഒരു ജോലി ഏറ്റെടുക്കുന്നത്? ഇറ്റ്സ് നത്തിങ് ബട്ട് വെള്ളത്തുള്ളി അല്ലെങ്കിൽ മഴത്തുള്ളി അല്ലെങ്കിൽ നമ്മൾ പറയാം വാട്ടർ വേപ്പർ. ഓക്കെ, വാട്ടർ വേപ്പർ. അന്തരീക്ഷത്തിൽ ഒരുപാട് ജലകണികളുണ്ട്, ജല തന്മാത്ര, ഇങ്ങനെ കുറേ എണ്ണം നീരാവിക്കാണ് മറ്റൊക്കെ ഉണ്ട്. അവിടെ കുറേ ഉണ്ട് അല്ലേ? എടാ മഴയില്ലേ? അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ സൺലൈറ്റ് വന്ന് തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതുപോലെ സ്പ്ലിറ്റപ്പ് ചെയ്ത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സ്പ്ലിറ്റപ്പിൻ്റെ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മഴവില്ലിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള കളർ ഏതാ? കളർ ഏതാ? ഇറ്റ് ഈസ് വയലറ്റ്. അപ്പോൾ ഏറ്റവും പുറത്തോ? ഇറ്റ് ഈസ് റെഡ്. ഓക്കെ, നോട്ട് ദ പോയിന്റ്. വയലറ്റ് ആണ് മഴവിൻ്റെ ഉള്ളിൽ വരുന്നത്, റെഡാണ് വയലറ്റിൻ്റെ ഔട്ടർ ലെയറിൽ വരുന്നത്. ഓക്കെ, അതിന് കാരണം ഈ ഫിഗർ നോക്കടാ. ഇവിടെ നോക്കാം, റെയിൻബോയിലേക്ക് ഇങ്ങനെ വന്നു. ഓക്കെ, നമ്മൾ 7 കളറൊന്നും വരച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ആകെ പഠിച്ചിട്ടുള്ള എന്താണ്? ഇങ്ങനെ ഒരു റൗണ്ട്. ഈ റൗണ്ടാണ് വാട്ടർ വേപ്പർ എന്ന് പറയാം. ഓക്കെ, ഇതിലേക്ക് ആരെ വരാൻ വേണ്ടി പോകുന്നത്? സൂര്യൻ എന്നുള്ള സൺലൈറ്റ്. ഓക്കെ, നമുക്കൊരു കുറച്ചുകൂടി നല്ല കളർഫുൾ ആക്കാം അതിനെ.
ഒന്ന് കളർഫുൾ ആക്കി നോക്കാം. ഇവിടെ നോക്കിട്ടോ, കളർഫുൾ ആക്കാം. ആദ്യം നമുക്ക് എന്ത് വരണം, ഒരു വൈറ്റ് ലൈറ്റ് സണ്ണെന്ന്, ഒരു സണ്ണൊക്കെ വരക്കാം. അവിടെ ഒരു കുഞ്ഞ് സണ്ണ്, ഒരു ചെറിയ സണ്ണ്. ഓക്കെ, സണ്ണാട്രാ. ഓക്കെ, ഈ സണ്ണിന്ന് ആര് വന്നു, സൂര്യപ്രകാശം വരുന്നു, സൂര്യപ്രകാശം വന്നു. ഓക്കെ, സൂര്യപ്രകാശം സണ്ണിന്ന് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ലൈറ്റ് സ്പ്ലിറ്റ് ആവും. ലൈറ്റ് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ആവും. ലൈറ്റ് സ്പ്ലിറ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ പോണി എന്ത് ചെയ്യും, റെഡ് ലൈറ്റിന് വ്യതിയാനം അല്ലെങ്കിൽ ഡീവിയേഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. റെഡ് ലൈറ്റിന് ഡീവിയേഷൻ എന്തായിരിക്കും, കുറവ് ആയിരിക്കും. ആർക്കാ കൂടുക, വയലറ്റിന് ഡീവിയേഷൻ എന്താവും, കൂടുതലാവും. സി, വയലറ്റ് എന്ത് ചെയ്തു, ഡീവിയേഷൻ കൂടും. റെഡിന് ഡീവിയേഷൻ കുറവും വയലറ്റിന് ഡീവിയേഷൻ കൂടും ചെയ്യും. അന്ന് ഇവിടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടുന്ന് ആന്തരിക പ്രതിപതനം അല്ലെങ്കിൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. പുറത്തേക്കാണ് പോകുന്നില്ല, നേരെ തിരിച്ചാണ് വരും. ഓക്കെ, തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, ഇവിടെ തരംഗദൈർഘ്യം കുറഞ്ഞ രശ്മിക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യും, വേവ് ലെങ്ത് കുറഞ്ഞ ആളിനെന്ത് ചെയ്യും, ഡീവിയേഷൻ കൂടും അല്ലേ. അപ്പോൾ ഇതിന് നോക്കിയാൽ ഡീവിയേഷൻ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡീവിയേഷൻ ഇങ്ങനെ കൂടി. സി, ഇത്രത്തോളം കൂടി. ഓക്കെ, അങ്ങനെയാണെങ്കിലോ തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് കൂടിയ ആളാണ് ആര്, റെഡിന് ഡീവിയേഷൻ എന്ത് ചെയ്യണം, കുറയണം. സി, ഇതുകൊണ്ടാണ്, ഈ ഒരു പ്രോപ്പർട്ടി കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്തത്. ഓക്കെ, ഇതിങ്ങനെ വയലറ്റ് ഇങ്ങോട്ടേക്കും വന്നു, റെഡ് ഇങ്ങോട്ടേക്കും ക്രോസ് ചെയ്ത് പോയി. കണ്ടോ, ഇവിടെ ക്രോസ് ചെയ്ത് പോയതുണ്ടോ, ഇതിങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയതുണ്ടോ. ഈ ക്രോസ് ചെയ്ത് പോയ കാരണം എന്താണ്, വേവ് ലെങ്ത്തിലുള്ള ഡിഫറൻസ്. ഈ ചാപ്റ്ററിൽ നിന്ന് എന്തുകൊണ്ട് ലൈറ്റ് പ്രകാശങ്ങൾക്ക് ഓരോ രീതിയിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരവുള്ള എന്താണത്, തരംഗദൈർഘ്യത്തിലെ വ്യത്യാസം. ഓരോ വർണ്ണങ്ങൾക്കും ഓരോ രീതിയിൽ സംഭവിക്കാനുള്ള കാരണം, വിസരണം ഓരോ രീതിയിൽ സംഭവിക്കാനുള്ള കാരണം, പ്രകീർണനം ഓരോ രീതിയിൽ സംഭവിക്കാനുള്ള കാരണം ഒന്നുമില്ല. എന്താണ്, തരംഗദൈർഘ്യത്തിലെ വ്യത്യാസം. തരംഗദൈർഘ്യം കൂടിയാൽ വ്യതിയാനം എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അതിന് ഇവിടുന്ന് എന്ത് ചെയ്യണം, അപവർത്തനം സംഭവിക്കും. എന്ത് സംഭവിക്കും, അപവർത്തനം സംഭവിച്ചു. ഓക്കെ, ഇവിടെ നോക്കടാ, വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഫിഗർ ഇവിടെ റീപ്ലോട്ട് ചെയ്തു. നമ്മൾ 7 കളറൊന്നും വരച്ചിട്ടില്ല, 2 കളറേ വരച്ചിട്ടുള്ളൂ, നമുക്ക് അത് മതി. ഓക്കെ, സോ നോക്കടാ, കളർ നോക്കുന്ന സമയത്ത് ഇവിടെ ആരാണ്, റെഡാണ്, ഇവിടെ ആരാണ്, വയലറ്റ് ആണ്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഉള്ളിലാരാണ്, വയലറ്റ് ആണ്, പുറത്താരാണ്, റെഡ് ആണ്. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിഗർ നോട്ട് ചെയ്ത് പോവുക. കാരണം ഈ ഫിഗർ എപ്പോഴും ചോദിക്കും. ഇവിടെ ഈ വളവൊന്നും വേണം, അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചാൽ മതി. ഓക്കെ, എനിക്കൊരു കുറച്ച് വളവ് കൂടുതലാണ്. ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി ഇവിടുന്ന് ഇങ്ങനെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഈ പോയിന്റ് എ, ഈ പോയിന്റ് ബി, ഈ പോയിന്റ് സി, ഈ 3 പോയിന്റുകളിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് നടക്കണേ. ഇവിടെ നോക്കുക, എ എന്നുള്ള പോയിന്റിൽ എന്തൊക്കെ സംഭവിക്കുന്നു നോക്കുക. എ എന്നുള്ള പോയിന്റിൽ ലൈറ്റ് ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു, സ്പ്ലിറ്റപ്പ് ചെയ്തു. ലൈറ്റ് എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ആയി. എന്താ ലൈറ്റിനെ സ്പ്ലിറ്റിനെ വിളിക്കുന്ന പേര്, ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണനം സംഭവിച്ചു. എന്നുള്ള പോയിന്റ് എന്തൊക്കെ സംഭവിച്ചു, പ്രകീർണനം സംഭവിച്ചു. പ്ലസ് ലൈറ്റ് പാത്ത് എന്ത് ചെയ്തു, ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്തു. ഇങ്ങനെ പോകേണ്ട ആളായിരുന്നു. ഓക്കെ, ഇങ്ങനെ പോകേണ്ട ആളായിരുന്നു. ഇയാൾ എന്ത് ചെയ്തു, ഓക്കെ ഇങ്ങനെ പോകേണ്ട ആളായിരുന്നു. എന്ത് ചെയ്തു, ചെറിയ ഡീവിയേഷൻ വന്നാണ്ടോ. അതായത് അപവർത്തനം. എന്താടാ, അപവർത്തനം. ആരാണ്, അപവർത്തനം സംഭവിച്ചു. അങ്ങനെ അപവർത്തനം സംഭവിക്കുക അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഓക്കെ, അപവർത്തനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ സംഭവിക്കും. എന്ത് സംഭവിക്കും, റിഫ്ലക്ഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ റിഫ്ലക്ഷൻ സംഭവിച്ചു. ബി എന്നുള്ള പോയിന്റോ, എന്താ സംഭവിച്ചത്, എന്താ ബിയിൽ സംഭവിച്ചത്, ബിയിൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്താടാ, ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആന്തരിക പ്രതിപതനം. ഇവിടെ എന്താണ്, ആന്തരിക പ്രതിപതനം. അങ്ങനെ ഇവിടെ നോക്കുമ്പോഴോ, ഇവിടെ എഗെയിൻ റിഫ്ലക്ഷൻ. സി എന്നുള്ള പോയിന്റ് എന്താണ്, എഗെയിൻ റിഫ്ലക്ഷൻ. എഗെയിൻ എന്താ സംഭവിച്ചിട്ടുള്ളത്, റിഫ്ലക്ഷൻ ആണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ഇവിടെ വെക്കുന്ന സമയത്ത് ഒരു റെയിൻബോ ഫോം ചെയ്യണമെങ്കിൽ 2 പ്രാവശ്യം എന്ത് സംഭവിക്കണം, അപവർത്തനം സംഭവിക്കണം. 2 പ്രാവശ്യം എന്ത് ചെയ്യണം, അപവർത്തനം സംഭവിക്കണം. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, റെയിൻബോ ഫോം ചെയ്യുന്നത്. സോ ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ എന്നാൽ അടുത്തൊരു വീഡിയോ നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.